വന്നിട്ടുള്ളത് പാവയ്ക്ക പാൽ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇത് ചില സ്ഥലത്ത് പാവയ്ക്ക എന്ന് പറയും, ചില സ്ഥലത്ത് കൈപ്പക്ക എന്ന് പറയും. അപ്പൊ നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ അതിനു വേണ്ടി ഞാനിവിടെ ഒരു കൈപ്പക്ക എടുത്തിട്ടുണ്ട്. ഇത് ചെറിയൊരു കൈപ്പക്കയാണ്. അതിനെ ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു കൈപ്പക്ക അല്ലെങ്കിൽ ഒരു വലിയ കൈപ്പക്ക ആണെങ്കിൽ അതിന്റെ ഒരു പകുതി കൈപ്പക്ക എടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇതൊരു സവാള, ഇത് നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി വേണം, ഒരു 4 പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് വേണം. പിന്നെ നമുക്ക് 1 ഗ്ലാസ് വെള്ളം വേണം. ഈ വെള്ളത്തിന്റെ അളവ് നമുക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഇത് ഒരു 1/2 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. പിന്നെ ഇതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് വിനേഗർ ആണ്. ഇത് വിനേഗറിന് പകരം നിങ്ങൾക്ക് വാളംപുളി വേണമെങ്കിൽ അതും ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ കറി ഒന്ന് താളിച്ചെടുക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് കടുക് വേണം, പിന്നെ കുറച്ച് ഉലുവ വേണം, പിന്നെ വറ്റൽമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില. ഇതൊരു നാടൻ കറി ആയതുകൊണ്ട് നമുക്കിത് വെളിച്ചെണ്ണയിൽ വേണം തയ്യാറാക്കി എടുക്കാൻ. അപ്പൊ അതിന് വേണ്ട വെളിച്ചെണ്ണ, പിന്നെ നമുക്ക് പാകത്തിനുള്ള ഉപ്പ്. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്ന് നോക്കാം. കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാന് ആദ്യം നന്നായിട്ടൊന്ന് ചൂടാവാൻ വേണ്ടിയിട്ടൊന്ന് വെക്കാം. ഇവിടെ പാന് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഈ എണ്ണ നന്നായി ഒന്ന് ചൂടായി വന്നാൽ നമുക്ക് ആദ്യം ഇതിൽ കൈപ്പക്ക ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള കൈപ്പക്ക ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. നല്ലോണം ഫ്രൈ ആയി വരേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്നേ വാടി വന്നാലേ മതി. നിങ്ങൾക്ക് കൈപ്പക്കയുടെ കയ്പ്പ് കുറയണമെങ്കിൽ ഇതിനെ കട്ട് ചെയ്ത് വെച്ചിട്ട് കുറച്ച് സമയം ഉപ്പ് തിരുമ്മിയിട്ടൊന്ന് മാറ്റി വെച്ചാൽ മതി. ഒരു 15 മിനിറ്റ് കൈപ്പക്ക ഉപ്പ് തിരുമ്മിയിട്ടൊന്ന് മാറ്റി വെക്കുക. അതിനുശേഷം നല്ലോണം ഒന്ന് കഴുകി കളഞ്ഞാൽ കുറച്ചൊക്കെ ഇതിൻ്റെ കയ്പ്പ് നമുക്ക് അങ്ങ് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ കൈപ്പക്ക ഇവിടെ ഏകദേശമൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഈ ഒരു പരുവത്തിൽ വാടിയാൽ മതി. ഇനി നമുക്കിതേ ഓയിലിലേക്ക് അരിഞ്ഞു വെച്ച് സവാള ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ സവാള ഒന്ന് ട്രാൻസ്പെറന്റ് ആയി വരുന്നത് വരെ നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഇവിടെ പാകത്തിന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇത്തിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിന്റെ പച്ചച്ചൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി, അതുപോലെ തന്നെ പച്ചമുളക് എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ തക്കാളി നന്നായിട്ടൊന്ന് ഉടയണം, അതുവരെ നമുക്ക് ഇതിനൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് പാത്രം ഒന്ന് അടച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാൻ.
മാത്രം ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ചിട്ട് ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. അതേപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലപ്പൊടിയുടെ പച്ചച്ചോക്ക് ഒന്ന് മാറുന്നത് വരെ നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. ചെറിയ തീയിലിട്ടിട്ട് വേണം മസാലപ്പൊടികളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാൻ. ഇല്ലെങ്കിൽ നമ്മുടെ മസാലപ്പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പം നമ്മുടെ കറീൻ്റെ ടേസ്റ്റ് തന്നെ അങ്ങ് മാറിപ്പോകും. ഇപ്പം നമ്മുടെ മസാലപ്പൊടീൻ്റെ ഒക്കെ പച്ചമണമൊക്കെ നന്നായി മാറിയിട്ടുണ്ട്. ഇപ്പം എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള കൈപ്പക്ക ചേർത്ത് കൊടുക്കാം. നമ്മളിതുവരെ ഇതിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പുളിക്ക് ആവശ്യമായ ഇത്തിരി വിനേഗർ ഒഴിച്ചു കൊടുക്കാം. ഇത് വിനേഗറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വാളംപുളി പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. നമുക്കിതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി തീ ഒന്ന് കൂട്ടിയിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനെ പാത്രം അടച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പൊ നമ്മുടെ കറി ഇവിടെ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ വറ്റി കറിയൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ പാവയ്ക്ക വെന്തിക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ പാവയ്ക്കൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് 1/2 കപ്പ് കട്ടിയുള്ള നല്ല തേങ്ങാപ്പാലാണ്. ഇത് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ കറി തിളക്കരുത്, നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി. തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ കറി തിളക്കാൻ പാടില്ല. ഇത് ചൂടായിട്ട് വന്നാൽ നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ കറി നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വറവിട്ടെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. നന്നായിട്ട് ചൂടായപ്പോൾ ഞാൻ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ നമുക്ക് ഇതിലേക്ക് ഇത്തിരി കടുകും ഇത്തിരി ഉലുവയും ചേർത്ത് കൊടുക്കാം. ഒരിത്തിരി കടുക് ചേർക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ഇത്തിരി ഉലുവ ഏറിയിട്ടുണ്ടെങ്കിൽ കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പൊ നമുക്ക് ഇത്തിരി ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് പൊട്ടി വന്നാൽ നമുക്ക് ഇതിലേക്ക് ഒരു 2-3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ലാസ്റ്റായിട്ട് നമുക്ക് ഇതിലേക്ക് ഇത്തിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എപ്പം നമ്മൾ കറി വറവിട്ട് കഴിഞ്ഞാലും ഉടൻ തന്നെ നമ്മുടെ കറി ഒന്ന് അടച്ചു കൊടുക്കുക. അപ്പൊ ഈ വറവിന്റെ സ്മെല്ലൊക്കെ നമ്മുടെ കറിയിലേക്ക് ഇറങ്ങിക്കോളും. അങ്ങനെ നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു സെർവിംഗ് ബൗളിലേക്ക് ഒന്ന് മാറ്റുന്നുണ്ട്.
നമ്മുടെ അടിപൊളിയായിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച കൈപ്പക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. കൈപ്പക്ക പറ്റാത്തവർക്കൊക്കെ ഈ കറി ഇഷ്ടമാവും. അപ്പം എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായതാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതോടുകൂടെ ആ ബെല്ലൈക്കണം കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോഴേ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. അപ്പം നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.